എടാ സൂര്യ, അതാരാ ലിഫ്റ്റ് ചോദിക്കുന്ന? അറിയില്ലടാ, ഞാനാണെങ്കിൽ ഇറങ്ങി നോക്കാം, നീ ഇവിടെ ഇരിക്കേ. ഈ നാട്ടില് പുതിയതാണോ? ഉത്സവം കൂടാൻ വന്നതാണോ? ആണെങ്കിൽ തനു, ദേ ഇയാള് പുതിയ ആളാ. ഓ, അപ്പൊ താനാണോ ഈ നാട്ടിൽ പുതിയതായിട്ട് വന്നെന്ന് പറഞ്ഞത്? അതെ, ഇവിടെ ഉത്സവം കൂടാൻ വന്നാലല്ലേ ഉത്സവം കൂടിയിട്ട് പൊക്കണം, ആരെയും കുത്തിക്കൊല്ലാൻ വേണ്ടി നിൽക്കല്ലേ. പിന്നെ ഇവിടെ ആദ്യമായിട്ട് വരുന്നവർക്ക് ഒരു പ്രത്യേകതരം ആചാരമുണ്ട്. ഇതേ ഇവിടെ മാത്രം കണ്ടുവരുന്ന പ്രത്യേകതരം മാങ്ങ ഉപ്പിലിട്ടതാ. ഒരു 100 രൂപ ദക്ഷിണയായിട്ട് വെച്ച് ഈ മാങ്ങ ഉപ്പിലിട്ടതും വാങ്ങിച്ചുകൊണ്ട് പോകണം. അങ്ങനെ ആചാരോ? ശരി, ആയിക്കോട്ടെ. ഓക്കെ, അപ്പം മാങ്ങ ഇന്ന് പിടിച്ച പൈസ ഞാൻ ഇന്ന് എടുക്കുക. എങ്കിൽ ശരി, വിട്ടോ. ഇതെന്തുവാടാ നിന്റെ കയ്യിലെ മാങ്ങയോ? അതാ വഴി കൈ കാണിച്ച പെണ്ണ് വന്നാടാ. ആ മാങ്ങ തരാൻ വേണ്ടിയിട്ട് അവള് കൈ കാണിച്ച് നിർത്തിയത്. ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. അയ്യേ, അയാളെന്ത് പൊട്ടനാടി, നീ പറഞ്ഞെല്ലാം വിശ്വസിച്ച് പൈസയും തന്നു. അതാണ് ഈ തനുവിൻ്റെ ആക്ടിങ്. എന്തായാലും നീ വാ, തറവാട്ടിലേക്ക് ഓടാം. ആ, വന്നോ? ഇന്നത്തെ തെണ്ടി നടപ്പം കഴിഞ്ഞ് എവിടെയായിരുന്നു ഇത്ര നേരം? അമ്മുവിൻ്റെ കല്യാണമെങ്കിലും കഴിഞ്ഞതാ. തനു, നീ അങ്ങനെയാണോ? ഇതൊക്കെ അറിഞ്ഞ് ഏതെങ്കിലും ചെറുക്കന്മാർ നിന്നെ കേട്ടാൻ വരുവടി മരം കയറി. ഇനി ഇവിടുന്ന് അങ്ങനെ ഇറങ്ങിയ ആ മുട്ടുകാരി ഞാൻ തല്ലി ഒടിച്ചിടും. അയ്യോ, അങ്ങനെയൊന്നും ചെയ്ത് കളഞ്ഞേക്കല്ല എൻ്റെ ലക്ഷ്മി അമ്മേ. അതാരാ ഉമ്മറത്ത്? നമുക്ക് വിരുന്നുകാരുണ്ടോ? ആ, ഇവളുമാർ രണ്ടിടങ്ങളും എത്തിയോ? ഇന്ന് എന്തായിരുന്നു പരിപാടി ഒപ്പിച്ച് വെച്ചേക്കുന്നത്? ഇതുവരെ ആരും പരാതിയായിട്ട് വന്നില്ലല്ലോടി. വിരുന്നുകാരൊന്നും അല്ലടി, എൻ്റെ മോനാ വന്നേക്കുന്നത്. അവൻ വെളിയിലായിരുന്നില്ലേ, അവനിപ്പോൾ വന്നു. തനു, നീ ഈ ചായ കൊണ്ടുവന്ന് അവർക്ക് കൊടുക്കുക, ഞാൻ ഈ പലഹാരങ്ങളുമായിട്ട് വരാം. ദേവി, ദേ ഈ കുട്ടികൾക്ക് ചായ എടുത്തേ. കൂട്ടത്തിൽ ആ തനുവിനും കൂടെ ഇങ്ങോട്ട് വിളിച്ചേരേ കേട്ടോ. എന്താ അച്ഛാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വളരെ ടെൻസ്ഡ് ആയിട്ടിരിക്കുന്ന പോലെ. നന്ദച്ച എന്നെ ഇങ്ങോട്ട് വിളിച്ചായിരുന്നോ? ഇതാണ് വിരുന്നുകാർ, എന്നാ ചായ. അയ്യോ, ഇയാളോ? അവിടെ നിന്ന് പരിങ്ങണ്ടടി, നിന്നെ ഞാൻ തന്നെയാണ് വിളിച്ചത്. നീ ആണെങ്കിൽ അപ്പുറത്തെ കടയിൽ ചെന്ന് അവിടുത്തെ ഉപ്പിലിട്ട മാങ്ങയുടെ ഭരണി ഉൾപ്പെടെ മോഷ്ടിച്ചെന്ന് പറയുന്നത് കേട്ടല്ലോ. ഇപ്പം മോഷണം തുടങ്ങിയോ പുതുതായിട്ട്? ഇതത്ര നല്ല ശീലമല്ല. നിന്റെ കാരണമുള്ള പരാതി കേട്ട് ഞാൻ മടുത്ത്. ഇല്ല നന്ദച്ച, ഞാനങ്ങനെ ചെയ്തില്ല. ചെയ്തച്ചാ, ഈ പെണ്ണാണെങ്കിൽ അവിടെ ഒരു ഉപ്പിലിട്ട മാങ്ങയുടെ ഭരണിയായിട്ട് റോട്ടിലിരുന്ന് ആൾക്കാർക്ക് വിൽക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. ആഹാ, എൻ്റെ കട്ടതാണല്ലേ. അങ്കിൾ, പാവ കുട്ടി, ചുമ്മാ തമാശയ്ക്ക് വേണ്ടി ചെയ്തായിരിക്കും. ഈ തവണത്തെ എങ്ങനെ ക്ഷമിക്കേ. എടാ, റൂം എവിടെയാ? അതെ നന്ദച്ച, ആ ചേട്ടനും പറഞ്ഞല്ലേ ക്ഷമിക്ക്. ആ, ഈ തവണത്തേക്ക് ഇവന്മാരൊക്കെ വന്നത് കൊണ്ട് ഞാൻ നിന്നെ വെറുതെ വിട്ടേക്കുന്നു. ആ ദേവി, ഞാനാണെങ്കിൽ പൈസ കൊടുത്തിട്ട് വരാം. നീ ഈ കുട്ടികൾക്ക് റൂമൊക്കെ കാണിച്ചു കൊടുക്കുക കേട്ടോ. അവളുടെ നോട്ടം കണ്ടില്ലേ? പൊന്നു മോളെ, എനിക്ക് നിന്നെ അങ്ങ് ഭയങ്കര ഇഷ്ടപ്പെട്ട്. എന്നെക്കൊണ്ട് ഉപ്പിലിട്ട മാങ്ങ തീറ്റിപ്പിച്ചതല്ലേ, ഒത്ത നിന്നെക്കൊണ്ട് ഞാൻ പച്ചമാങ്ങ തീറ്റിക്ക്. നാണം കിട്ടും അത്, ആ മരപ്പട്ടി കാരണം. ഓ, എനിക്ക് ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല ദൈവമേ. തനു, അത് സാരമില്ല, ഒരെണ്ണമല്ലേ പാളിപ്പോയുള്ളൂ. നമുക്കല്ലേ അവനുടെ നല്ല പണി കൊടുക്കാൻ. നന്ദച്ചൻ ഇങ്ങനെയുള്ള മോനുണ്ടായിരുന്ന കാര്യം നിനക്കറിയത്തില്ലായിരുന്നു? ആർക്ക് പണിയെടുക്കുന്ന കാര്യം രണ്ടുപേരും കൂടെ പറയുന്നത്? താഴെ ഞാൻ വന്നപ്പോഴേ അറിഞ്ഞു രണ്ടുപേരും ഒപ്പിച്ച് വെച്ചത്. അല്ല പോയിട്ടാ, ശരിക്കും അയാൾ ആരാ? എൻ്റെ അമ്മോ, അത് അമ്മാവൻ്റെ മകനാണ്. പണ്ടാണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു അംഗൻവാടിയിലും 1ാം ക്ലാസ്സിലൊക്കെ. പിന്നെയാണെങ്കിൽ എൻ്റെ അച്ഛൻ മരിച്ചില്ലേ ആ ഉത്സവത്തിൻ്റെ അന്ന്, കുറേ പേര് ആക്രമിക്കുന്നത് ദേവി ആൻറ്റി കണ്ടിട്ട് മകനെ കൂട്ടിക്കൊണ്ട് ഇവിടുന്ന് പോയതാണ്, ദേവി ആൻറ്റിയുടെ വീട്ടിലേക്ക്. പിന്നെ കുറച്ച് നാൾ അവിടെയായിരുന്ന ശേഷം പിണക്കൊക്കെ മാറി തിരിച്ച് വന്നെങ്കിലും മകനെ വിട്ട് തരാൻ വേണ്ടിയിട്ട് ദേവി ആൻറ്റിയുടെ വീട്ടുകാർ തയ്യാറല്ലായിരുന്നു. അവനെ അതുകൊണ്ട് പുറത്താണ് പഠിപ്പിച്ചത്. ഇപ്പം വീണ്ടും ഉത്സവമല്ലേ, അതുകൊണ്ട് അവർ പറഞ്ഞു വിട്ടതാണ്. അവർക്ക് ഇവിടെ അവനെ വളർത്തുന്നതിനോടൊന്നും താല്പര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട്. അവൻ്റെ ഒരു ഡോക്ടറാണ്. അല്ല, എനിക്കൊരു സംശയം, ഞാൻ ഇയാളെ കണ്ടിട്ടില്ലല്ലോ. എൻ്റെ പൊന്നടി തുന്നുവേ, നിൻ്റെ തലയ്ക്ക് താഴ്ത്താമസില്ലേ? അച്ഛൻ മരിക്കുമ്പോൾ നീ അമ്മയുടെ വയറ്റിലല്ലേ, പിന്നെ നീ എങ്ങനെ ഇയാളെ കാണാനാ? അപ്പോൾ ഏട്ടാ, അവളെ പറഞ്ഞിട്ട് കാര്യമില്ല, അവൾക്ക് മാങ്ങ മോഷ്ടിക്കാനുള്ള ബുദ്ധിയല്ലേ ഉള്ളൂ. അപ്പം മോഷണം സത്യമല്ലേ? അയ്യോ അല്ല, ഇവൾ ഓരോന്ന് പറഞ്ഞതാ. ഞാൻ ആരും മോഷ്ടിച്ചിട്ടൊന്നുമില്ല. എൻ്റെ അപ്പൂട്ടനാണ് ദൈവമേ, എൻ്റെ കെട്ടി എന്നെ ചില പൊട്ടിത്തെറിക്കുമോ എന്തോ. നിനക്കെട്ട് ഞാൻ വെച്ചിട്ടുണ്ട്, ഈ നാത്തും പോലും എടുക്കുന്നുണ്ട് ഞാൻ. ഹലോ, ഞാൻ അകത്തേക്ക് വന്നോട്ടെ? എന്തിനാ സൂര്യ ഫോർമാലിറ്റീസൊക്കെ? നീ ഇങ്ങോട്ട് കയറി വാടാ.
എന്താ ഇവിടെ എല്ലാവരും കൂട്ടം കൂടി നിന്ന് ആലോചിക്കുന്നത്? എന്തെങ്കിലും സീക്രട്ട് ആണോ? ഞാൻ ലക്ഷ്മി ആൻറ്റിയോട് ചോദിച്ചപ്പോൾ നിങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. എടാ പിന്നെ അപ്പു, നീയാണെങ്കിൽ ഇവരെ ആരെയും എനിക്ക് പരിചയപ്പെടുത്തി തന്നില്ലല്ലോ. ഇത് ആരൊക്കെയാ? പരിചയപ്പെട്ടിട്ടുള്ളതിനെ പെണ്ണ് കേട്ടാലോ. എടാ സൂര്യ, ഈ നിൽക്കുന്നതാണെങ്കിൽ എൻ്റെ ഭാര്യ അമൃത, അമ്മൂന്ന് വിളിക്കും. പിന്നെ ഇവളാണെങ്കിൽ എൻ്റെ അനിയത്തി തൻവി, തനു എന്ന് വിളിക്കും. അതെ, പരിചയപ്പെടലൊക്കെ രണ്ടാളും എൻ്റെ മുറിയിൽ നിന്ന് പുറത്തു പോയിട്ടിരുന്ന് പരിചയപ്പെടെ. എനിക്ക് കുളിച്ചിട്ട് വിളക്ക് കത്തിക്കേണ്ടത്. എൻ്റെ പൊന്നടി തനു, നിനക്കില്ലാത്ത ശീലമൊക്കെ നീ തുടങ്ങിയോ? ഓ, എനിക്ക് ദേഷ്യം വന്നിട്ട് മേലാട്ടോ. വലിയേട്ടനതൊന്നും നോക്കത്തില്ല. ഒന്ന് പോകുന്നുണ്ടോ രണ്ടുപേരും? എടാ സൂര്യ, നമുക്ക് ഇറങ്ങിയേക്കാം. ഇനി നിന്നാ വയലൻ്റ് ആകും. ഈ രോഗത്തിന് ഞാൻ മരുന്ന് എഴുതണോടാ. വാ ഇറങ്ങിയേക്കാം. അച്ഛാ, അവൻ്റെ മകൻ വന്നിട്ടുണ്ടെന്നാണ് കേട്ടത്. ഈ പ്രാവശ്യത്തെ ഉത്സവം അവർ നടത്തിയ പിന്നെ നമുക്ക് ഈ നാട്ടിലൊരു വിലയും കാണില്ല. നമ്മൾ നടത്താത്തോളം കാലം ഈ ഉത്സവം ഒരിക്കലും ഈ നാട്ടിൽ നടക്കത്തുമില്ല. 25 വർഷങ്ങൾക്ക് മുമ്പ് അനന്തൻ നടത്തിയ ഉത്സവം നമ്മൾ എങ്ങനെയാണോ മുടക്കിയത്, അതുപോലെ തന്നെയാണ് ഈ പ്രാവശ്യം മുടക്കാൻ പോകുന്നത്. പക്ഷേ അവൻ്റെ അനിയത്തിയുടെ ഭർത്താവിൻ്റെ മകനും ഈ പ്രാവശ്യം അപ്പു എന്ന് പറയുന്ന അവൻ്റെ മകനായിരിക്കും നമ്മൾ കൊല്ലാൻ പോകുന്നത്. അപ്പു മാഷിൻ്റെയോ? കൊള്ളാം. എന്നാൽ എൻ്റെ മക്കളോട് ഇങ്ങോട്ടേക്ക് വരാൻ പറയാം. സൗഹൃദം നടിച്ചവരുടെ കൂടെ നിന്നിട്ട് അപ്പുവിനെ കൊന്ന പിന്നെ ഈ ഉത്സവം നടക്കൂലല്ലോ. ഇവിടെ ഇന്ന് രാവിലെ ആരും എഴുന്നേറ്റില്ലേ? അയ്യോ, ഇന്ന് കുളത്തിൽ ഒരു താമരപ്പൂക്കൾ പോലും ഇല്ലല്ലോ. ശോ, എന്തൊരു കഷ്ടം. ഇതെവിടെ നിന്നാ ഈ ഒരു മണം? ഇതോ സിഗരറ്റോ? താര? അയ്യാട്ടാ, നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. നന്ദച്ച? ഓ, നന്ദച്ചൻ്റെ റൂമിലില്ലല്ലോ. ഒരാവശ്യത്തിന് നോക്കുമ്പോൾ നന്ദച്ചനെ കാണത്തില്ല. നന്ദച്ച, ദാ നിൽക്കുന്ന നന്ദച്ച, ഇങ്ങോട്ട് വന്ന് ഞാനൊരു കൂട്ടം കാണിച്ചു തരാം. തനു, എനിക്ക് നിൻ്റെ കുറുമ്പിന് സമയമില്ല. ഞാൻ ഈ കണക്കൊക്കെ നോക്കട്ടെ. എൻ്റെ പൊന്ന് നന്ദച്ച, ഇങ്ങോട്ട് വന്നേ. നടക്ക്. ഇത് കണ്ടോ, നന്ദച്ചൻ്റെ മോൻ സിഗരറ്റ് വലിക്കുന്ന. ഡാ സൂര്യ, നിനക്ക് ഈ ശീലം എപ്പോഴാണ് തുടങ്ങിയത്? ഓ, ഈ കുരുപ്പ്. മേലൊരു ഇത് ആവർത്തിച്ചേക്കരുത്. പോയി വായും മുഖമൊക്കെ കഴുകിയിട്ട് റൂമിലേക്ക് വാ. പറഞ്ഞത് കേട്ടല്ലോ, ആവർത്തിച്ചേക്കരുത്. തനു, നീ ഇവിടെ നിൽക്കുകയാണോ? താമരപ്പൂക്കളൊന്നും കിട്ടിയില്ല? നിനക്ക് കുളിച്ചിട്ട് അമ്പലത്തിൽ പോകണ്ടേ? അപ്പോൾ ചെന്ന് കുളിക്ക്. മോനെന്താ ഇവിടെ നിൽക്കുന്നത്? കൂട്ടുകാരെ വിളിച്ചിട്ട് വാ. കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആട്ടോ. ഇപ്പോഴേ ഈ തനുവിന് സമാധാനമായത്. തനുവിനോട് കുളിച്ച ഇങ്ങനെ ഇരിക്കും. കുളിച്ചേക്കാം. മാമ്പഴം മാമ്പഴം മൽക്കോ മാമ്പഴം സീരത്തി മാമ്പഴം. അയ്യോ, തന്നോടാരാ പറഞ്ഞത് കൊട്ടത് റൂമിനകത്ത് കയറാൻ? ഇതൊക്കെ നാണമില്ലേ? ഇല്ലടി, കൊട്ടാൻ എനിക്ക് സൗകര്യമില്ല. പിന്നെ ഇന്ന് കാണിച്ച പോലെ എന്തെങ്കിലും കാണിച്ചാൽ ഞാൻ തരുന്ന 8ൻ്റെ പണി മോള് താങ്ങൂല. അതുകൊണ്ട് ഓർത്തോ കേട്ടോ. ഞാൻ ഇന്ന് ആരെയാണോ കണി കണ്ടത്? മാമ്പഴം മാമ്പഴം മൽക്കോ മാമ്പഴം. നീ മോളിലുണ്ടായിരുന്നോ? അമ്മയാണെങ്കിൽ കഴിക്കാൻ വിളിച്ചു. വാവാ, ഇരിക്കും. നിങ്ങളെ കാണാത്തോണ്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാൻ വരാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. വാ തനു, നീയും ഇരിക്കും. നീ എന്നെ അവിടെ നിൽക്കുന്നു. എടാ സൂര്യ, ഇന്നടാ മാങ്ങാച്ചാറ. താനു കഴിഞ്ഞ പ്രാവശ്യം ഇവിടുന്ന് പറക്കിക്കൊണ്ട് വന്ന നല്ല ടേസ്റ്റ് ഉണ്ട്. ബെസ്റ്റ്. താനോ ആണെങ്കിൽ എവിടെയെങ്കിലും മോഷിച്ചുകൊണ്ട് വന്നാന്ന് പറഞ്ഞാൽ മതി. നീ പോട കൊടുക്കുഞ്ഞെ. ഇങ്ങനെയാണെങ്കിലും അവനത് കൊടുക്കണ്ട. അപ്പോൾ നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും കേട്ടോ. ഉണ്ടായിരുന്നു കഴിക്കടാ. എൻ്റെ കൊച്ചിനെ കളിയാക്കാതെ. പാവാ എൻ്റെ കൊച്ച്. അച്ഛൻ എന്താ അച്ഛാ വരാൻ പറഞ്ഞത്? സൂര്യ, വന്നെവിടെ ഇരിക്കേ. ഞാൻ നിൻ്റെ ഭാവി പരിപാടികൾ എന്താണെന്നറിയാൻ വേണ്ടി വിളിപ്പിച്ചതാ. എന്നാൽ ഇനി കാനഡയിലേക്ക് തിരിച്ചു പോവുകയാണോ? ഞാൻ അച്ഛനോട് അതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. ഞാനിനി കാനഡയിലേക്കും പോകുന്നില്ല, അമ്മ വീട്ടിലും പോകുന്നില്ല. ഞാൻ എൻ്റെ മാതാപിതാക്കളുടെ കൂടെയല്ലേ നിൽക്കേണ്ടത്. അതുകൊണ്ട് ഞാനിനി ഇവിടെ നിൽക്കാമെന്ന് വെച്ചു. ഭാവി പരിപാടി എന്ന് പറയാൻ ഇവിടെ ഒരു ക്ലിനിക്ക് കിട്ടാലോ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിൻ്റെ ഈ തീരുമാനം എനിക്ക് ഇഷ്ടപ്പെട്ടു. ക്ലിനിക്കിൽ ഒതുക്കണ്ടടാ, നമുക്കൊരു ഹോസ്പിറ്റൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നിൻ്റെ ഈ തീരുമാനത്തിൽ മുത്തശ്ശൻ അത്ര ഹാപ്പിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നിനക്ക് കല്യാണപ്രായമായി, അതും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ആലോചിക്കാം. നീ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ?
ഇതുവരെ അങ്ങനെ ഒരാളില്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഒരാളെ കണ്ടുവച്ചിട്ടുണ്ട്. എനിക്ക് തനുവിനെ വലിയ ഇഷ്ടപ്പെട്ടു. തനുവിനെയോ? എൻ്റെ മോൻ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരുമല്ലോ. അവൾക്ക് സമ്മതമാണെങ്കിൽ ഞാൻ ഈ കല്യാണം നടത്തി തരാം. അന്നേരം അതിനു വേണ്ടിയുള്ള പ്രയത്നം തുടങ്ങിക്കോളൂ. ലവ് യു അച്ഛാ. ഞാൻ നീ പോട്ടെ. സൂര്യ, ഇത് നല്ല ഗ്രാൻഡായിട്ടുള്ള വലിയ പരിപാടി തന്നെയാണല്ലോ. ടു ബി ഓണസ്റ്റ്, ഐ ലൈക്ക് ദിസ് പ്ലേസ്. നമുക്ക് പോയി ചുറ്റിക്കാണാം. എടാ മനു, എനിക്കാണെങ്കിൽ അച്ഛൻ ഏൽപ്പിച്ച കുറച്ച് കാര്യങ്ങൾ ഇവിടെ ചെയ്തു തീർക്കാനും നോക്കി നിർത്താനൊക്കെ ഉണ്ട്. ഞാനാണെങ്കിൽ ഇപ്പോൾ തൊഴാൻ കയറുന്നില്ല. നീ കയറുവാണെങ്കിൽ കേൾക്കുക. ദേ അപ്പവും ഉണ്ടല്ലോ. ആ, അത് ശരിയാ. ഞാനും തൊഴുതില്ല. മനു നീ പാ, നമുക്ക് പോയി തൊഴുതിട്ട് വരാം. ചേച്ചി, ഈ വെള്ളം മതി. ഞാനേ ലക്ഷ്മീപുരം തറവാട്ടിലെ കുട്ടിയാ. അന്നേരം ഇവിടെ ആരെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ ചേച്ചിയുടെ കട പൊട്ടിക്കും. നീ ഇപ്പം മോഷണം മാറിയ ആൾക്കാരെ പറഞ്ഞു പറ്റിക്കാനും തുടങ്ങിയോ? എന്നാ ചേച്ചി അതിൻ്റെ പൈസ ആ കൈ ഇങ്ങോട്ട് കാണിക്കേ. അതിരിക്കട്ടെ, നിൻ്റെ കൂട്ടത്തിൽ നിൻ്റെ വാലില്ലേ ഇന്ന്? ഇല്ല, അമ്മയും ദേവി ആൻറ്റിയും അമ്മവും കൂടെ ആണെങ്കിൽ തൊഴാൻ കയറിയേക്കുക. നീ തൊഴുതോ? നിനക്ക് തൊഴുവൊന്നും വേണ്ടേ? ഹായ് തനു, ഇതാരാ? പട്ടണത്തിൽ നിന്ന് വന്ന പുതിയ ആളാന്ന് തോന്നുന്നു. ഞങ്ങളെ പരിചയപ്പെടുത്തുന്നില്ലേ നീ ഇവനെ? ബാ, നമുക്കിവിടെ നിന്ന് അവരുടെ അടുത്തേക്ക് പോകാം. ഞാൻ സംസാരിക്കാൻ വന്നതല്ലേ മോളെ തനു. അപ്പം നീ ഇവനെ വിളിച്ചോണ്ട് ഓടുവാണ് ചെയ്യേണ്ടത്. നിന്റെ പുറകെ കൊഞ്ചിക്കൊഴിഞ്ഞ് സംസാരിക്കും വേറെ പെണ്ണുങ്ങളെ നീ നോക്കിയാൽ മതി. എന്നെ നീ ആ കൂട്ടത്തിൽ കൂട്ടണ്ട. അതെന്നെ പറച്ചില്ല എൻ്റെ തനു. അങ്ങനെ പോകാതെ. ഞാനിവിടെ കൂടിയിരിക്കുന്ന എല്ലാവരോടും ഒരു കാര്യം പറഞ്ഞേക്കാം. ഇമാതിരി ചട്ടത്തരമായിട്ട് എൻ്റെ പെണ്ണിൻ്റെ അടുത്തങ്ങനെ ആരെങ്കിലും വന്നോ അടിച്ച് ചെപ്പ പൊളിക്കത്തുള്ളൂ. ഞാൻ കെട്ടാൻ പോകുന്ന എൻ്റെ പെണ്ണ ഇവള്.